മനുഷ്യരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതലായി മാറ്റിമറിക്കാനിടയുള്ള ഭാവിയിലെ സാങ്കേതിക വിപ്ലവം എന്തായിരിക്കും? ഈ ചോദ്യത്തിന് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം കൃത്രിമബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്നായിരിക്കും. എന്നാൽ പ്രമുഖ AIയോട് തന്നെ ചോദിച്ചു നോക്കിയപ്പോൾ കിട്ടിയ മറുപടിയിൽ നമുക്ക് ചെറിയൊരു മാറ്റം കാണാം. ഒന്നാമതായി, AI ആണ് പ്രബല കക്ഷിയെങ്കിലും വിവിധ മേഖലയിലായി ഒരുമിച്ചാണ് സാങ്കേതിക വിപ്ലവം വരിക എന്നാണ് ഉത്തരം. ഇന്ന് നടക്കുന്ന പ്രവണതകളെ നോക്കുമ്പോൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കാവുന്ന ചില മേഖലകൾ നോക്കാം. ആദ്യത്തേത് കൃത്രിമ ബുദ്ധി തന്നെ. മനുഷ്യരുടെ ജോലിരീതിയും പഠനവും ആരോഗ്യപരിപാലനവും ആശയവിനിമയവും എല്ലാം തന്നെ വിപ്ലവകരമായി AI മാറ്റും. AI സഹായത്തോടെ റോബോട്ടുകൾ, സ്വയം നിയന്ത്രിത വാഹനങ്ങൾ, വ്യക്തിഗത ആരോഗ്യ പരിശോധനകൾ, വിദ്യാഭ്യാസ രംഗത്തെ വ്യക്തിഗത പഠനരീതികളെല്ലാം സാധ്യമാണ്. AIയുടെ ഏറ്റവും വലിയ സ്വാധീനം തൊഴിൽ വിപണിയിലും തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലും കാണും. രണ്ടാമതായി, ജൈവ സാങ്കേതികവിദ്യ അഥവാ ബയോടെക്നോളജി ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. മനുഷ്യരുടെ ആയുസ് കൂട്ടാനും രോഗങ്ങളെ ഇല്ലാതാക്കാനും കഴിവുള്ള മേഖലയാണിത്. ജീനുകൾ തിരുത്തുന്ന ക്രിസ്പർ പോലുള്ള സാങ്കേതിക വിദ്യകൾ പാരമ്പര്യ രോഗങ്ങൾ തടയാനും പുതിയ തലമുറയെ കൂടുതൽ ആരോഗ്യവാന്മാരാക്കാനും സഹായിക്കും. എന്നാൽ ഡിസൈനർ ബേബീസ് പോലുള്ള ആശയങ്ങൾ സമൂഹത്തിൽ വലിയ നൈതിക ചർച്ചകൾക്കും കാരണമാകും. മൂന്നാമത്തേത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പോലും കഴിയാത്ത പ്രശ്നങ്ങൾ അതിവേഗത്തിൽ പരിഹരിക്കും. മരുന്നുകളുടെ കണ്ടുപിടുത്തം, കാലാവസ്ഥാ പ്രവചനം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് വലിയ സ്വാധീനമാകും. നാലാമതായി, പുനരുപയോഗ ഊർജ്ജവും ശുദ്ധ സാങ്കേതിക വിദ്യകളും അഥവാ ക്ലീൻ എനർജി റെവല്യൂഷനാണ്. സൗരോർജ്ജം, ഹൈഡ്രജൻ ഫ്യൂവൽ, ആണവ സംയോജന ശക്തി അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നിവ മനുഷ്യന്റെ ഭാവിയെ നിർണ്ണയിക്കും. കാലാവസ്ഥാ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രധാന വഴിയായി ഇത് മാറും. അഞ്ചാമതായി, മനുഷ്യ-യന്ത്ര സംയോജനം അഥവാ ഹ്യൂമൻ മെഷീൻ ഇന്റഗ്രേഷൻ. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്, ന്യൂറോളിംഗ് പോലുള്ളവ. മനസ്സിൽ ചിന്തിക്കുന്നത് നേരിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാനും സ്മരണ കൂട്ടാനും മനുഷ്യന്റെ കഴിവുകൾ വികസിപ്പിക്കാനും കഴിയും. ഭാവിയിൽ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിർവരമ്പുകൾ ചെറുതായി വരും. ബഹിരാകാശ സാങ്കേതികവിദ്യ അഥവാ സ്പേസ് ടെക്നോളജി. ചന്ദ്രൻ, മാർസ് എന്നീ ഗ്രഹങ്ങളിൽ കോളനികൾ സ്ഥാപിക്കൽ, ഗ്രഹാന്തര യാത്രകൾ സാധാരണമാകുക, ഭൂമിയിലെ വിഭവക്ഷാമത്തിന് പരിഹാരമായി ബഹിരാകാശ ഖനനം, ആസ്ട്രോയിഡ് മൈനിംഗ് തുടങ്ങി മനുഷ്യൻ ഭൂമിക്ക് വെളിയിലുള്ള പ്രപഞ്ചത്തെ കൂടെ ആശ്രയിക്കുന്നതിലേക്ക് വരെ എത്താം. ചുരുക്കത്തിൽ, AIയും ബയോടെക്നോളജിയും ചേർന്നുള്ള വിപ്ലവമാണ് മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതലായി മാറ്റാനുള്ള സാധ്യതയുള്ളത്. എങ്കിലും നൈതികവും സാമൂഹികവുമായ വെല്ലുവിളികൾ, സ്വകാര്യത, മനുഷ്യാവകാശം, യന്ത്രം മനുഷ്യൻ തമ്മിലുള്ള അധികാര വ്യത്യാസം മുതലായ വെല്ലുവിളികളും പുതിയ സാങ്കേതിക വിപ്ലവം ഉയർത്തുന്നുണ്ട്. ഈ വീഡിയോയും കണ്ടന്റും പുതിയ വിപ്ലവത്തിന്റെ ഭാഗമാണ്. ഒപ്പം ഈ ചാനലും. പുതിയ കാലത്തിനൊപ്പം യാത്ര ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും കമന്റും നൽകുക. നന്ദി.